ഗണപതി നമ. ഓം സരസ്വതി നമ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. പ്രിയപ്പെട്ടവരെ, നമുക്ക് സുദ്യുമ്നന്റെ ചരിതമാണ് നമ്മൾ അവലോകനം ചെയ്തത്. ആ സുദ്യുമ്നൻ രാജ്യഭരണം തന്റെ പുത്രനായ പുരൂരവസിനെ ഏൽപ്പിച്ചു. അദ്ദേഹം പുരൂരവസനെ രാജ്യം ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പോയി കാട്ടില് തപസ്സിന് പോവുകയായിരുന്നു. അങ്ങനെ സുദ്യുമ്നന്, വൈവസ്വതന് ഉണ്ടായ പുത്രനായ സുദ്യുമ്നൻ തപസ്സിന് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ സന്തതികൾ ആരുമില്ലല്ലോ. അതിന് വൈവസ്വത മനു വീണ്ടും തപസ് ചെയ്തു. സാക്ഷാൽ ശ്രീഹരിയെ തപസ് ചെയ്തു. അങ്ങനെ അവിടെ അദ്ദേഹത്തിന് 100 സംവത്സരം തപസ് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ വൈവസ്വത മനുവിന് തപോവൈഭവം കൊണ്ട് രൂപഗുണ സദൃശന്മാരായ 10 പുത്രന്മാരുണ്ടായി. അതില് ഇക്ഷാകു, ദൃഷ്ടൻ, കുരുക്ഷകൻ, നൃഗൻ, ശര്യാദി, നരിഷന്തൻ, പൃഷദ്രൻ, നഭകൻ, കവി അങ്ങനെയുള്ള പുത്രന്മാര് ഉണ്ടായി എന്ന് പറഞ്ഞു. ആ പുത്രന്മാരുടെ ചരിത്രമാണ് ഇനിയും പറയാൻ പോകുന്നത്. മന്നവൻ വൈവസ്വതനും യമുനയിൽ നിന്നു 100 തപസ്സു ചെയ്തിടിനാൻ. പന്നകശായിനം ധ്യാനിച്ചു സന്തതി പിന്നെയും പ്രാർത്ഥിച്ചു. പുത്രകാമേഷ്ടിയും നന്നായി അഴകോട് ചെയ്തിരിക്കുന്ന നാൾ നന്ദനന്മാർ ഉളരായിനാർ 10 പേർ. ഇക്ഷാകുവും നൃഗൻ, ശര്യാദി, ദൃഷ്ടൻ, കുരുക്ഷകനും, നരിഷന്തനും, നഭാഗനും, വൃഷദ്രൻ, കവി എന്നവർ ശോഭയാ 10 പേർ വന്നുളരായാർ. അതിൽ 8ാമനായ വൃഷദ്രൻ ഗുരുവിനങ്ങിഷ്ടമായി വിദ്യ പഠിച്ച് തന്നന്തികെ നിത്യമിരിക്കുന്ന കാലം ഒരു ദിനോ തത്ര രാത്രോ ഗുരുവിൻ പശുക്കൂട്ടത്തിൽ വ്യാഘ്രം പിടിച്ചാൻ. പശുവൊന്നിനെ വ്യഗ്രം കലർന്നലറി പശുവുന്തതാ. ആർത്തനാദം കേട്ടു രാത്രോ പൃഷദ്രനും ശീഘ്രം പുറപ്പെട്ടു വാളുമായി ചെന്നുടൻ വെട്ടിനാൻ. കൂരിരുട്ടത്ത് ചെവിയറ്റു പെട്ടെന്ന് ശാർദൂലമോ പാഞ്ഞുപോയിടിനാൻ. കരവാളതേറ്റു പശുക്കഴുത്തുൾക്കാമ്പിൽ വ്യാഘ്രമെന്നോർത്തു. നൃപാത്മജൻ പോന്നിങ്ങു വന്നു കിടന്നുറങ്ങിടിനാൻ. ആംനായ സാരാർദ്ധമൂർത്തി ദിവാകരൻ താൻ ഉദിക്കുമ്പോഴങ്ങു ചെന്ന് അഞ്ജസ മാനവേന്ദ്രാത്മജനാകന്ത തന്നുടെ വാളേറ്റ് തൽക്കഴുത്തറ്റു ധരണിയിൽ ചീള മരിച്ചു കിടന്ന പശുവിനെ കണ്ട് പരിതാപത്തോട് വൃഷദ്രനങ്ങ് ഇണ്ടൽ മുഴുത്ത് വിവശനായേറ്റവും മന്ദനായി നിന്നുഴന്നേറ്റം നിരൂപിച്ചു. തന്നുള്ളിലാമാറുറപ്പിച്ചു സംവൃതം ബ്രഹ്മചര്യം ധരിച്ചീശ്വരോപാസനം ധർമ്മേണ ചെയ്ത് പുരുഷാർത്ഥവും മുതാ സാധിച്ചുകൊണ്ട. അങ്ങനെ ഇക്ഷാകുവിന് 2ാമത് പുത്രനുണ്ടായതില് പൃഷദ്രഥന്റെ കഥയാണ് അവിടെ പറഞ്ഞു വരുന്നത്. 8ാമത്തെ പുത്രനായ പൃഷദ്രഥൻ ഗുരുകുലത്തിൽ വിദ്യ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഗുരുവിന്റെ പശുക്കൂട്ടത്തില് ഒരു പുലി വന്നു പശുവിനെ ആക്രമിക്കുന്ന കെട്ടിക്കഴിഞ്ഞപ്പോൾ രാത്രിയാണ്, നല്ല മഴയുമുണ്ട്, നല്ല ഇരുട്ടാണ്. പെട്ടെന്ന് അദ്ദേഹം വാളുമായിട്ട് ചാടി ആ ഗോശാലയിലെത്തി, അല്ലെങ്കിൽ തൊഴുത്തിലെത്തി. ആ പിടയ്ക്കുന്ന ആ പുലിയുമായിട്ട് അല്ലെങ്കിൽ മല്ലടിക്കുന്ന ആ പശുവിന്റെ അടുത്തെത്തി പെട്ടെന്ന് പുലിയെ വെട്ടി. പക്ഷെ പുലിക്ക് ചെവി മാത്രമേ മുറിഞ്ഞിരുന്നുള്ളൂ. അത് അതിന്റെ ഭാഗത്തേക്ക് അത് ഓടി രക്ഷപ്പെട്ടു. തിരിച്ചാക്രമിക്കാൻ നിന്നില്ല. ഇപ്പോഴാണെങ്കിൽ പുലി ആക്രമിക്കും. അത് ചക്രവർത്തി അത്ര വൈഭവമുള്ളവനായതുകൊണ്ടാണ്
പുലിയായിട്ട് കൂടി അതിനറിയാം എതിർക്കാൻ പാടില്ലെന്ന്. അത് പെട്ടെന്ന് അത് എതിർത്തു പോയി. അത് എതിർക്കാതെ അത് ഓടിപ്പോയി. വൃഷദ്രഥനും കരുതി എന്തായാലും പുലിയെ കൊന്നല്ലോ, ബാക്കി കാര്യങ്ങളൊക്കെ നാളെ പകല് നോക്കാം, ഇരുട്ടാണ്, മഴയുമുണ്ട്. അപ്പൊ പെട്ടെന്ന് വന്ന് അദ്ദേഹം കിടന്നുറങ്ങുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആ വേദസാരമൂർത്തിയായ ഭഗവാൻ ദിവാകരൻ ഉദിച്ചുയർന്നു. വൃഷദ്രഥൻ പശുക്കൂട്ടിൽ ചെന്ന് പത്തുകിടക്കുന്ന പുലിയെ കാണാൻ പോയതാണ്. പക്ഷെ അവിടെ ചത്തുകിടക്കുന്നത് ഒരു പശുവാണ്. അപ്പം അറിയാതെ പറ്റിയ തെറ്റ് ചെന്ന് വസിഷ്ഠനോട് പറഞ്ഞു, ഇതുകൊണ്ടൊക്കെ അബദ്ധം സംഭവിച്ചു പോയി, അങ്ങയുടെ പശുക്കൂട്ടത്തിൽ പുലി കയറി, ഞാനതിനെ ചെന്ന് രാത്രിയിൽ കൊന്നു, പക്ഷെ ചത്തത് പശുവാണ്, പുലി ചെവിയേറ്റെങ്കിലും അത് ഓടി രക്ഷപ്പെട്ടു മറഞ്ഞു എന്ന്. പെട്ടെന്ന് അറിയാതെ പറ്റിയതാണെങ്കിലും കുലാചാര്യനായ വസിഷ്ഠൻ വൃഷദ്രഥനെ ശപിച്ചു. ഹിംസാസ്വരൂപമായ ഈ കർമ്മം നിമിത്തം നീ ശൂദ്രനായി ഭവിക്കട്ടെ എന്ന് അദ്ദേഹത്തെ ശപിച്ചു. അപ്പം ആ ശാപത്തെ സന്തോഷത്തോടുകൂടി വൃഷദ്രഥൻ സ്വീകരിച്ചു. അഞ്ജലീബന്ധം ചെയ്തുകൊണ്ട് ഗുരുവിനെ നമസ്കരിച്ച് തപസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇന്ദ്രിയങ്ങളെയെല്ലാം ജയിച്ചുകൊണ്ട് അദ്ദേഹം ഭഗവത് സ്വരൂപത്തെ ചിന്തിച്ച് തപസ് ചെയ്ത് ആ മൂർത്തി ഈ ശരീരത്തിൽ നിന്ന് അന്യമായിട്ട് ഈശ്വരനിൽ ശ്രദ്ധ ചെയ്തുകൊണ്ട് ഭഗവത് ചിന്തനത്തിൽ അദ്ദേഹം ലയിച്ചു. അങ്ങനെ തപസ് അനുഷ്ഠിച്ച് പുരുഷാർത്ഥം സാധിച്ചു. എന്നിട്ട് ഉന്മത്ത ബദ അന്ധമൂകന്മാരെ പോലെ അദ്ദേഹം വനത്തിൽ സഞ്ചരിച്ചു. കാട്ടുതീയിൽ തന്റെ ശരീരത്തെ സ്വയം ദഹിപ്പിച്ചു. അങ്ങനെ വൃഷദ്രഥന്റെ ആ കഥ അവിടെ അവസാനിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മറ്റൊരു സഹോദരനായ കവിയുടെ കാര്യം പറയുകയാണ്. കവിയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈശ്വര പ്രതീക്ഷമാണനായിട്ട് അല്ലെങ്കിൽ പരബ്രഹ്മ ചിന്തനം ചെയ്യുന്നവനായിരുന്നു. അങ്ങനെ പരബ്രഹ്മം ചിന്തനം ചെയ്ത് കവിയും സാക്ഷാൽ ശ്രീഹരിയിൽ തന്നെ ലയിച്ചു. അങ്ങനെ 10 പുത്രന്മാരിൽ വൃഷദ്രഥനും കവിയും മുക്തിപദത്തെ പ്രാപിച്ചു എന്ന് പറയുന്നു.